ഇപ്പോൾ പട്ടാളത്തിൽ ഞാനും വർക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ ലാൽ ജോസിന് ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം ഉണ്ടെന്ന് പറഞ്ഞു. എനിക്ക് പല സമയത്തും പേടി തോന്നിയ രീതിയിൽ വിനോദം പ്രവർത്തിച്ചിട്ടുണ്ട്. കാരണം ഉള്ളത് മുഖത്ത് നോക്കി മമ്മൂക്കയുടെ മുഖത്തൊക്കെ നോക്കി അങ്ങനെ പറയാറില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അത് ദൂഷ്യം ചെയ്യില്ലേ? അത് ഒരു സിനിമ പ്രവർത്തനം എന്ന നിലയിൽ എന്തെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സമയത്ത് പ്രശ്നമായി. പിന്നീട് അത് അങ്ങനെ വരാൻ ഇല്ല, എനിക്ക് അങ്ങനെ ഒരു അനുഭവം സിനിമയിൽ നിന്ന് വരെ ഉണ്ടായിട്ടില്ല. കാര്യം നമ്മൾ വേറൊരു രീതിയിലല്ല ആരെയും അപ്രോച്ച് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പറയുന്നതിൻ്റെ ഒരു മോഡുലേഷനാണ് കുഴപ്പമായി പോണത്. മനസ്സിലായില്ലേ? നമ്മളൊരു കാര്യം തെറ്റാര് ചെയ്താലും തിരുത്താമല്ലോ. അതിപ്പോൾ ആരായാലും നമുക്ക് അച്ഛനായാലും അമ്മയായാലും അവരോട് പറയേണ്ട ഒരു രീതിയാണെങ്കിൽ നമുക്ക് തിരുത്തേണ്ട ഒരു രീതിയില്ലേ? ആ രീതിക്ക് നമുക്ക് ആരോടും എന്തും തുറന്നു പറയാം. അതിനിപ്പോൾ പ്രായമോ അല്ലെങ്കിൽ പൊസിഷനോ നോക്കേണ്ട കാര്യമില്ല. ഇപ്പം എൻ്റെ ഒരു ബേസിക് സ്വഭാവം വെച്ചിട്ട് നമ്മൾ സിനിമയിൽ ഇപ്പോൾ എല്ലാവരോടും അങ്ങനെയൊക്കെ തന്നെയാണ് പെരുമാറുന്നത്. നല്ല രീതിയാണ്. എനിക്കത് പക്ഷേ ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം ടിനി പറഞ്ഞപ്പോഴാണ് ഞാനത് ഓർക്കുന്നത് മമ്മൂക്കനോട്. പക്ഷെ എനിക്ക് ഇന്നേ വരെ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. മമ്മൂക്ക എന്നോട് നീ അങ്ങനെ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ എന്ന് ഇന്നേ വരെ എന്നോട് ചോദിച്ചിട്ടില്ല. കാര്യം എന്തിനാണ് അങ്ങനെ പറയാ, അതൊരു കുഴപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മളിപ്പോൾ അല്ലെങ്കിൽ 4 പേരുടെ മുമ്പിൽ വെച്ച് ആവശ്യമില്ലാതെ പറയോ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ അത് തരം താഴ്ത്തുന്ന രീതിയിലോ ഒന്നുമില്ലല്ലോ നമ്മൾ പറഞ്ഞേക്കുന്നത്. അല്ല, മമ്മൂക്കയുടെ മുമ്പിൽ നമ്മൾ കണ്ടിട്ടുള്ളതെല്ലാം ആശ്രിത വത്സരമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് മാത്രമേ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു അങ്ങനെയുള്ള ആൾക്കാരെ പുള്ളി പെട്ടെന്ന് പിടിക്കുകയും ചെയ്യും. കള്ളന്മാരാണ്. ഇനിയിപ്പോ ഈ ഹാർട്ട് ബീറ്റ്സിൽ ഒരു പാട്ട് സീനിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സിമ്രാനും ഒരു ഗംഭീരമായിട്ട് ഒരു സ്റ്റൈലാണ്. അത് ആ ഒരു സംഗീതത്തിലുള്ള ഒരു താല്പര്യമാണ് ആ ഒരു ഇതിലേക്ക് വരാനുള്ളത്. അല്ല, അത് നമ്മൾ അതിൻ്റെ മ്യൂസിക് ഡയറക്ടർ മറ്റേ ജോർജ് പീറ്ററാണ്. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വൽ ഏകദേശം പാട്ടിനെ കുറിച്ച് ഏകദേശം ഒരു വിഷ്വൽ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ജോർജിനോട് ഞാൻ പറഞ്ഞു, അതിലുള്ളൊരു കഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെക്കാൾ പ്രായക്കൂടുതലുള്ള ഒരു സ്ത്രീനോട് ഇന്ദ്രജിത്തിന് പോകുന്ന പ്രണയമാണ് ആ സിനിമയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത്. ഇന്ദ്രജിത്തിനെ ഇപ്പം മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. അയാളൊക്കെ ഒരു 5-10 വയസ്സിന് മൂത്ത ഒരു കഥാപാത്രമാണ് ഈ സിമ്രാൻ്റെ തങ്കം ജോർജ് എന്ന് പറഞ്ഞത്. അവരോടൊരു പ്രത്യേക സാഹചര്യത്തിൽ തോന്നുന്ന ഒരു പ്രണയമാണ് ഈ ഇന്ദ്രജിത്തിൻ്റെ ക്യാരക്ടർ. അയാൾ ഭയങ്കര NRI സ്റ്റുഡൻ്റാണ്. പക്ഷെ അയാൾക്ക് ചെറുപ്പം പോലെ സ്നേഹം എന്താണെന്ന് അയാൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അയാളുടെ അച്ഛനും അമ്മയൊക്കെ അവിടെ ഇവിടെയൊക്കെയാണ്, നാട്ടിലില്ല. മാസാമാസം പൈസകൾ അയച്ചു കൊടുക്കുമെന്നല്ലാണ്ട് ശരിക്കും ചെറുപ്പത്തിലേ കണ്ടതാണ് അച്ഛനും അമ്മേനെയൊക്കെ. അച്ഛൻ മരിച്ചുപോയി ശരിക്കും. ഇയാൾ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് അച്ഛൻ മരിച്ചുപോയി. പിന്നെ അമ്മയുടെ മാസാമാസം പൈസ മാത്രമേ വരാറുള്ളൂ. അപ്പോൾ ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ വീട്ടിലൊരു ദിവസം ഒരു ഓണത്തിന് ഓണം ആഘോഷിക്കാൻ പോകുമ്പോഴാണ് ശരിക്കും അവിടെയുള്ള അമ്മമ്മയും അച്ഛൻ അമ്മ സഹോദരങ്ങളൊക്കെ ആയിട്ടുള്ള സ്നേഹം കാണുമ്പോഴാണ് ഇന്ദ്രിയത്തിന് ശരിക്കും ഒരു തിരിച്ചറിവുണ്ടാകുന്ന ഒരു സംഭവം. അപ്പോൾ ഈ സോങ്ങിൻ്റെ വിഷ്വൽ എന്ന് പറഞ്ഞാൽ ശരിക്ക് സാധാരണ ഒരു ലവ് സോങ് അല്ല ശരിക്കും. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പ്രത്യേകത വേണമെന്ന് ജോർജിനോട് പറഞ്ഞിരുന്നു. പിന്നെ അത് ആ സോങ് മൊത്തമായിട്ട് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത് ഹൈ സ്പീഡിലാണ്, നോർമൽ ഷോട്ട് ഇല്ല. അപ്പോൾ നമ്മൾ ശരിക്കും മനസ്സിൽ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ആ സോങ് ജോർജ് ചെയ്തു തന്നു. പിന്നെ അത് കൊറിയോഗ്രാഫി ചെയ്തത് കലമാഷാണ്. കലമാഷ് വന്നപ്പോൾ പാട്ട് കേൾപ്പിച്ചു. പിന്നെ നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ഒരു വിഷ്വൽ എങ്ങനെയാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. നമ്മുടെ മനസ്സിൽ എന്താണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നൊരു വിഷ്വലിലൊരു പാട്ട് അവരെ ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോകുന്ന വഴി വണ്ടിയിലിട്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ എങ്ങനെയായിരിക്കണം അത്, നായകനും നായികയും ഞാൻ പറഞ്ഞു പരസ്പരം തൊടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ നിയമങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ ശരിക്കും തുറന്നു പറഞ്ഞു. അവർ പറയാം ആദ്യമായിട്ടാണ് ഒരു സംവിധായകൻ പാട്ടിനെ കുറിച്ച് ഇത്രയും വിശദീകരണം ഒരു കൊറിയോഗ്രാഫർക്ക് കൊടുക്കുന്നത്. സാധാരണ ലൊക്കേഷനിൽ ചെന്നാൽ മിക്കവാറും ട്രെയിൻ രാവിലെ 7 മണിക്ക് വരും. അവിടെ ചെല്ലുമ്പോൾ കുളിച്ച് റെഡിയായി പ്രൊഡക്ഷൻ മാനേജർമാർ കാറായിട്ട് ഇങ്ങനെ നിൽപ്പുണ്ടാവും കൊണ്ടുപോകാനായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പാട്ട് കേൾപ്പിക്കും, എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. പിന്നെ ഷൂട്ടിംഗാണ്, ഒരു ഡിസ്കഷനോ ചർച്ചയോ അവരുടെ അനുഭവമാണ് അവർ പറഞ്ഞു. ചില സ്ഥലങ്ങളിൽ ഡയറക്ടർമാർ പോലും ഉണ്ടാകാറില്ല. കൊറിയോഗ്രാഫറോട് പറഞ്ഞിട്ട് ഡയറക്ടർ ചിലപ്പോൾ വേറെ വല്ല തിരക്കും. ഇത് ഫുൾ ടൈം ഞാൻ കൂടെ ഉണ്ടായിരുന്നു. കാര്യം വെച്ചാൽ ഇതൊരു സ്റ്റോറി ബേസ്ഡ് സോങ് ആയതുകൊണ്ട് അതിൽ വെറുതെ സാധാരണ ഒരു ലവ് സോങ് അല്ല.
അപ്പോൾ ഓരോ ഷോട്ട് കഴിയുമ്പോൾ കലമാഷ് എന്നെ നോക്കും, ശരിയാണോ. അപ്പോൾ പക്ഷെ അവർ ഇപ്പോഴും അവർ എന്നോട് പറഞ്ഞു, പാട്ട് തീർന്നപ്പോഴും സിമ്രാൻ അടക്കം, ഇപ്പോൾ സിമ്രാൻ്റെ ഒരു പൊസിഷൻ അറിയാലോ, എത്രയോ സിനിമകളിൽ വർക്ക് ചെയ്ത ഭയങ്കര സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ്, അവർ പോലും സോങ് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അവർ ഒരുപാട് നമ്മളെ ഒരുപാട് ഇതായിട്ട് പറഞ്ഞു. പിന്നെ വേറൊരു ഭാഗ്യം ഉണ്ടായത്, ഇതിൻ്റെ കാസറ്റ് ലോഞ്ചിങ് ചെന്നൈയിൽ വെച്ചിട്ടായിരുന്നു. ഇപ്പൊ ജോർജ് പീറ്റർ മറ്റേ ബായറോമാന്റെ ആളായതുകൊണ്ട് അദ്ദേഹം പാർട്ടിയല്ലേ, അയാളുടെ ശിഷ്യനാണ്. അങ്ങനെ പുള്ളി കാസറ്റ് ലോഞ്ചിങ്ങിന് വന്നപ്പോഴേക്കും ഈ പാട്ടുകളെല്ലാം കൂടി വിഷ്വലൈസ് ചെയ്തൊരു DVD, പുള്ളിയാണ് ലോഞ്ചിങ് നടത്തിയത്. അപ്പൊ ഈ പാട്ടുകളെല്ലാം കൂടി വിഷ്വലാക്കിയ ഒരു DVD ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിരുന്നു. അപ്പൊ ഞാൻ ജോർജിനോട് ചോദിച്ചു, അദ്ദേഹം വരുമ്പോൾ ഇത് വിഷ്വൽ ചെയ്ത സാധനം ഒന്ന് കാണിക്കാൻ പറ്റുമ്പോൾ ജോർജ് പറഞ്ഞു, അത് നടക്കില്ല, നിങ്ങൾ എന്തായി പറയുന്നത്, അദ്ദേഹം ആരാണെന്ന് വിചാരിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ പേടിപ്പിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും ചോദിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ ചോദിച്ചു, അദ്ദേഹം കണ്ടോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ DVD ഒരു സെറ്റപ്പ് അവിടെ, ബാക്കി പ്ലെയറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ പുള്ളി പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇങ്ങനെ ഈ പാട്ടുകളെല്ലാം വിഷ്വലാക്കിയ ഒരു DVD എൻ്റെ സാറിന് കാണാനൊന്നും സമയം കിട്ടുമോന്ന് ചോദിച്ചാൽ പുള്ളി യെസ് എന്നുണ്ട്. പുള്ളി അപ്പ ചേരിട്ട് അവിടെ ഇരുന്ന് ഫുൾ പാട്ടും പുള്ളി കണ്ട്, ഈ ഇപ്പൊ ടിനി പറഞ്ഞ പാട്ട് കണ്ടിട്ട് എന്നോട് പറഞ്ഞു, എന്നെ ഇത് ശങ്കർമാരെ എടുത്തു വെച്ചിരിക്കുകയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളിയൊക്കെ നമ്മളോട് അങ്ങനെ പറയുമ്പോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാര്യം ബഡ്ജറ്റിലും ഇവിടുത്തെ ഇതിലൊക്കെ ഇത്രയും ചെയ്യാൻ, അതെ, അതാണ് ചുരുങ്ങിയ ബഡ്ജറ്റുള്ള ഒരു സിനിമയാണത്.